ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസ് നെവിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ ഇപ്പോഴും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നെവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നെവിൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്, ഷാനവാസ് കള്ളത്തരം പറഞ്ഞിരിക്കുകയാണ് എന്നാണ്. ഒരു പ്രോഗ്രസീവ് എന്നുള്ളൊരു മാസ്ക് ധരിച്ച് നെവിൻ എന്ത് പറഞ്ഞാലും അത് ഏറ്റുപിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പല പ്രമുഖ ന്യൂസ് പോർട്ടൽസും അവരുടെ ആ ഒരു വിവാദം റിപ്പോർട്ട് ചെയ്തപ്പോഴും രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല. അതൊക്കെ കാരണം വാദിയായിട്ടുള്ള ഷാനവാസിന് ഹേറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ മത്സരിച്ച നിഷ്പക്ഷ റിവ്യൂവർ അവിടെ എവിടെയും തൊടാതെയാണ് റിവ്യൂവിൽ പറയുന്നത്. ഒന്നെങ്കിൽ ഷാനവാസ് കള്ളത്തരം പറഞ്ഞു, അല്ലെങ്കിൽ നെവിൻ കള്ളത്തരം പറഞ്ഞു എന്ന് ആ ഒരു റിവ്യൂ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് വേണേൽ എടുത്തു പോയി കാണാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെർച്ച് തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചു. 44 എപ്പിസോഡുകളും അതിന് തന്നെ BB+ എപ്പിസോഡുകളും ഒന്നിച്ച് കണ്ട് അതിൽ നിന്നും തെളിവെടുക്കാൻ തീരുമാനിച്ചു. കാരണം ഷാനവാസ് പറഞ്ഞതിലൊരു 80-90% മേലെ സത്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഷാനവാസ് അത് ആരോപിച്ചിരിക്കുന്നത്. നെവിന്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. ഈ തെളിവെടുപ്പിൽ കണ്ടുകിട്ടിയ 1-2 സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയർ കട്ട് കഴിഞ്ഞ് ഓടി വന്ന ഷാനവാസിനെ ടൈറ്റായിട്ട് സൈഡ് ഹഗ് ചെയ്യുന്ന നെവിൻ. ഇതിൽ അത്ര വലിയ സംഭവം ഒന്നും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നത്തെ ആ ഒരു ആരോപണം കൂടി ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഷാനവാസും നെവിനും തമ്മിലുള്ള ഭൂരിഭാഗം കോമഡികളും പിന്നെ കോംബോ സീനുകളും പിന്നെ ലൈവിൽ കണ്ടുള്ള ഡാഡി എന്ന് വിളിക്കുന്ന ഭാഗങ്ങളും ഒന്നും തന്നെ എപ്പിസോഡിലോ BB+ലോ കാണിച്ചിട്ടില്ല. ആകെ കാണിച്ചിട്ടുള്ള നെവിൻ ഔട്ടാവുന്ന സമയത്ത് ഷാനവാസ് അഭിലോഷനോട് സംസാരിക്കുന്ന ആ ഒരു സംസാരവും അതോടൊപ്പം നെവിൻ തിരിച്ചു വന്നതിന് ശേഷം ജസ്റ്റ് ഒരു 1-2 മിനിറ്റിലായിട്ട് കാണിക്കുന്ന ഈ ഒരു ഹഗ്ഗുമാണ്. പിന്നെ എനിക്കൊന്ന് രേണുസുതിയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാവം കാണിക്കുന്നുണ്ട്. ഒന്നാമത് നെവിൻ പുള്ളിയുടെ സെക്ഷുവൽ ഓറിയന്റേഷൻ വെളിപ്പെടുത്താതിരുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനകത്ത് പ്രോബ്ലം എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറയാം. ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്റെ സ്വത്വം വെളിപ്പെടുത്താൻ നെവിൻ മടി കാണിച്ചത് വെറും ഭീരത്വമാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കാം വെറുതെ നെവിൻ ഈ നെഗറ്റിവിറ്റി വാങ്ങിച്ച് കൊടുക്കണ്ടെന്ന് ഓർത്ത് ഷാനവാസ് ആ ഒരു കാര്യം പുറത്ത് പറയാതിരുന്നത്. ഇത്രയും നാള് പറയാതിരുന്നതിന്റെ ഒരു റീസൺ അതായിരിക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, അതായിരിക്കാം. ഒരു വിഷയത്തെ നമ്മൾ എല്ലാ രീതിയിലും നോക്കി കാണണമല്ലോ. നെവിൻ എന്താണ് ഏതാണ് എന്ന് ആദ്യത്തെ ദിവസം തന്നെ വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇന്നിങ്ങനെ ഒരു ആരോപണം പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഓറിയന്റേഷൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. നീ ആണാണെങ്കിൽ ഇറങ്ങി പോടാതെ ഒരു വെല്ലുവിളി കിട്ടിയ പാടെ തന്നെ ഇറങ്ങി ഓടുന്നു. ആകെ ഒരു പുകമറയാണ് നെവിന്റെ ഈ ഒരു ജെൻഡർ അല്ലെങ്കിൽ സെക്ഷുവൽ ഓറിയന്റേഷൻ. ഇതിപ്പോ ക്വിയർ ആണെങ്കിൽ ക്വിയർ ആണ്, മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. അത് പ്രേക്ഷകരോടായിട്ട് വെളിപ്പെടുത്തിയില്ലെങ്കിലും കൂടെ താമസിക്കുന്നവരോടെങ്കിലും നെവിന് വെളിപ്പെടുത്താമായിരുന്നു. അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ഒഴിവായനെ. ഷാനവാസിന്റെ വായിൽ നിന്നും അങ്ങനെ ആരോപണം ഒട്ടും തന്നെ വരത്തുമില്ലായിരുന്നു. ഇതിപ്പോ നെവിൻ എന്താണ് ഏതാണ് എന്നുള്ളൊരു കാര്യം ഇപ്പൊ വലിയൊരു ചർച്ചയാവാനായിട്ട് പോവുകയാണ്. അത് ഫേസ് ചെയ്യാൻ നെവിൻ എത്രത്തോളം റെഡിയാണ് എന്നറിയില്ല. അത് പറയാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കേട്ടോ. ഞാനിത് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു റെപ്രസെന്റേഷൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. ക്വിയർ ആണെങ്കിൽ ക്വിയർ ആണെന്ന് തന്നെ പറയണം. അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ വേറെ ഒരു ഗുണവും അതുകൊണ്ടില്ല. നല്ലതിനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് നെഗറ്റീവ് സെൻസിൽ പ്രേക്ഷകർ എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.